അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? നമ്മുടെ 33 ദിവസത്തെ യാത്രയുടെ 12ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ച ആ ഒരു 3 നാമങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചോദിക്കാതെ അറിഞ്ഞു തരുന്ന അൽ ലത്തീഫ്, രഹസ്യങ്ങൾ അറിയുന്ന അൽ ഖബീർ, തെറ്റുകൾ കണ്ടിട്ട് ക്ഷമിക്കുന്ന അൽ ഹലീം. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സുരക്ഷിത ബോധത്തോടെ നമുക്ക് ഇന്നത്തെ 3 നാമങ്ങളിലേക്ക് കടക്കാം. അൽ അലീം, അൽ ഗഫൂർ, അൽ ഷക്കൂർ. ഫസ്റ്റ് നമ്മൾ അൽ അലീമിനെ പരിചയപ്പെടാം. പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ വലിപ്പം മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു രംഗം പറയാം. നിങ്ങളതൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് കടല് തിരമാല അടിച്ചു വരുന്നത് കണ്ടപ്പോൾ അവന് പേടിയായി. അവന് ഓടിച്ചെന്ന് തൻ്റെ ഉപ്പയെ കെട്ടിപ്പിടിച്ചു. ഉപ്പ അവനെ എടുത്തുയർത്തി തോളത്തിരുത്തി. അപ്പോൾ ആ കുട്ടിക്ക് താഴെ കണ്ട തിരമാലകളോട് പേടി തോന്നിയില്ല. കാരണം എന്താ? അവന് തൻ്റെ ഉപ്പയുടെ തോളിലാണ് ഇരിക്കുന്നത് അല്ലേ? അവനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഉപ്പയാണ് ലോകത്തിലെ ഏറ്റവും വലിയവൻ, ഏറ്റവും കരുത്തുള്ളവൻ. ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ വിശ്വാസം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തിരമാലകൾ വരാറുണ്ടല്ലേ? എങ്ങനെ വരാറ്? രോഗങ്ങളായിട്ടും കടബാധ്യകളായിട്ടും കുടുംബ പ്രശ്നങ്ങളായിട്ടും ഒക്കെ വരാറുണ്ടല്ലേ? ഇവ കാണുമ്പോൾ നമ്മൾ തളർന്നു പോവാണ് അല്ലേ? എന്നാൽ ആ കുട്ടി ഉപ്പയെ കെട്ടിപ്പിടിച്ചതുപോലെ നമ്മൾ അൽ അലീമായ റബ്ബിനെ മുറുകങ്ങ് പിടിക്കുക. ആ ഉപ്പയെയും ആ കടലിനെയും ഈ വലിയ ലോകത്തെയൊക്കെ പടച്ചവന്റെ വലിപ്പത്തിന് മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ചെറുതാണ്, എത്ര നിസ്സാരാണ്. എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിജയം. അൽഹംദുലില്ലാ, നമ്മളെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണല്ലേ അൽ അലീമായ റബ്ബ്. ഇത് രണ്ടാമത്തെ ഇസ്മ എന്ന് പറയുന്നത് അൽ ഗഫൂർ, മുറിവും മരുന്നും. നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ നമ്മുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന വലിയൊരു മുറിവുണ്ടല്ലേ? ആ തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് വെറുപ്പ് തോന്നും. ഇനി എനിക്ക് റബ്ബിൻ്റെ അടുത്ത് സ്ഥാനമുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ? ഇവിടെയാണ് അൽ ഗഫൂർ എന്ന നാമത്തിന്റെ പ്രത്യേകത പറയാൻ പോകുന്നത്. ഒരു മുറിവേറ്റാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ മരുന്ന് വെക്കും അല്ലേ? മരുന്ന് വെക്കുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ അത് ഉണങ്ങിപ്പോവും. അതേപോലെയാണ് നമ്മൾ റബ്ബിനോട് മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരിക മാത്രമല്ലേ ചെയ്യുക, ആ പാപം മൂലം നമ്മുടെ മനസ്സിലുണ്ടായ വേദനയും ആ ഒരു കറയെയും അവനെന്ത് ചെയ്യും? മായ്ച്ചു കളയുക ചെയ്യാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കറയും മായ്ക്കാൻ കഴിയുന്ന സ്വർഗീയമായ മരുന്നാണ് അവന്റെ പാപമോചനം. ഗഫൂറായ റബ്ബ്. അൽഹംദുലില്ലാഹ്. അടുത്തത് അശ്ശക്കൂർ. നമ്മളൊക്കെ വീട്ടമ്മമാരാണ് അല്ലേ? പലപ്പോഴും പരാതി പറയാറുണ്ട് നമ്മൾ. എന്താ പറയല്? ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ആരും ഞാൻ പണിയെടുക്കുന്നത് കാണുന്നില്ല, ഒരു നന്ദി വാക്ക് പോലും പറയുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട് അല്ലേ? എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവിടെയാണ് അശ്ശക്കൂറായ റബ്ബ് നമുക്ക് ആശ്വാസമാകുന്നത്. ദാഹിച്ചു വരുന്ന ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ സ്നേഹത്തോടെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ അവർ നമ്മളോട് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അത് കാണുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ചെറിയ നന്ദിക്ക് അവർ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്താ അറിയോ? സ്വർഗത്തിൽ വലിയൊരു കൊട്ടാരം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു പുഞ്ചിരി പോലും പായാക്കാതെ അതിന് 10 മടങ്ങ് നൽകുന്നവരാണ് നമ്മുടെ റബ്ബ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലതും തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? പലരും അറിഞ്ഞിട്ടും
ഇപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലരെന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്കും കഴിയട്ടെ. നമ്മളെ റബ്ബിനെ കൂടുതൽ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. സുബ്ഹാനല്ലാഹ്, അവൻ എത്ര വലിയവനാണ്. ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്നുള്ള ആ ഒരു ഇസ്മ, ആ ഒരു ദിക്ർ 100 തവണ ചൊല്ലുക. രണ്ടാമത്, ഇന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്? നന്ദി കേട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റബ്ബ് അഷ്ഷക്കൂറാണല്ലോ എന്ന് കരുതി അവരോട് ക്ഷമിക്കുക. പിന്നെ നമ്മൾ ഡെയിലി ചെല്ലുന്നത് പോലെ 33 വട്ടം അൽ അലീം, അഷ്ഷക്കൂർ, അൽ ഗഫൂർ, ഈ 3 ഇസ്മും 33 വട്ടം ചൊല്ലിയിട്ട് നിങ്ങൾ കിടക്കുക. നാളെ നമുക്ക് 13ാമത്തെ ദിവസം മലകളേക്കാൾ അത്യുന്നതമായ അൽ അലിയിനെയും ഏറ്റവും വലിയവനായ അൽ കബീറിനെയും നമ്മെ എന്നും കാത്തു സൂക്ഷിക്കുന്ന അൽ ഹഫീദിനെയും നമുക്ക് പഠിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്.